നമസ്കാരം. ഡോക്ടർ ലൈവിലേക്ക് സ്വാഗതം. കേരളത്തിൽ ഇത്തവണ കടുത്ത വേനലായിരുന്നു. അതേറെ കാലം നീണ്ടു നിൽക്കുകയും ചെയ്തു. എന്നാൽ മഴ പെയ്തു തുടങ്ങിയിട്ടുണ്ട്. മഴക്കാലം എത്തുമ്പോൾ നമുക്ക് വളരെ സന്തോഷമാണ്, പ്രത്യേകിച്ച് കടുത്ത വേനലിന് ശേഷം. എന്നാൽ പലതരത്തിലുള്ള അസുഖങ്ങളുമായിട്ടായിരിക്കും മഴക്കാലത്തിൻ്റെ വരവ്. ശ്വാസകോശ സംബന്ധമായ നിരവധി അസുഖങ്ങൾ മഴക്കാലത്ത് കാണാറുണ്ട്. എന്തെല്ലാം അസുഖങ്ങളാണ് കാണുന്നത്, ഏതെല്ലാം തരത്തിലുള്ള മുൻകരുതലുകൾ എടുക്കണം, ചികിത്സകൾ, ഇതെല്ലാം ഇന്നത്തെ ഡോക്ടർ ലൈവിലൂടെ. നിങ്ങളോട് സംസാരിക്കുന്നത് എറണാകുളം ലിസി ആശുപത്രിയിലെ ശ്വാസകോശ രോഗ വിഭാഗ മേധാവിയായ ഡോക്ടർ പരമേഷ് AR. നമസ്കാരം ഡോക്ടർ. നമസ്കാരം ഡോക്ടർ. ഇപ്പം ഞാൻ പറഞ്ഞ പോലെ തന്നെ ഒരുപാട് നാൾ നീണ്ടു നിന്ന വേനലിന് ശേഷമാണ് മഴ. വളരെ സന്തോഷം തന്നെയാണ്, എങ്കിലും അസുഖങ്ങൾ വരാൻ തുടങ്ങും. ഏതെല്ലാം അസുഖങ്ങളാണ് സാധാരണ മഴക്കാലത്ത് ശ്വാസകോശവുമായി ബന്ധപ്പെട്ടിട്ടുണ്ടാകുന്നത്? മഴക്കാലം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്മിത പറഞ്ഞ മാതിരി വളരെയധികം എന്താ പറയുക, അട്രാക്റ്റീവായിട്ടുള്ളൊരു ക്ലൈമറ്റാണ്. പക്ഷെ എന്നിരുന്നാലും നമ്മളെ സംബന്ധിച്ചിടത്തോളം, എസ്പെഷ്യലി നമ്മുടെ റെസ്പിറേറ്ററി സിസ്റ്റം, ശ്വാസകോശത്തിനെ സംബന്ധിച്ചിടത്തോളം അതൊരു സ്ട്രെയിനാണ്. ഓരോ കാലാവസ്ഥ മാറുമ്പോഴും നമ്മുടെ ശ്വാസകോശത്തിന് ഒരു സ്ട്രെയിൻ വരും. എസ്പെഷ്യലി ഈ ക്ലൈമറ്റ് ചേഞ്ച് ചെയ്ത് വരുന്ന സമയത്താണ് നമുക്ക് ആ ബുദ്ധിമുട്ടുകൾ കൂടുതലായിട്ട് കാണുന്നത്. ബിക്കോസ് നമ്മുടെ ശ്വാസകോശം എപ്പോഴും നമ്മുടെ പുറത്തുള്ള എൻവയോൺമെൻറ്റായിട്ട് സമ്പർക്കത്തിൽ വരുന്ന ഒരു അവയവമാണ്. സ്കിന്നും കണ്ണും എല്ലാം പോലെ ഉള്ള ഒരു അവയവമാണ്. അത് ഉള്ളിലാണ് ഇരിക്കുന്നതെങ്കിൽ പോലും. ഏറ്റവും കൂടുതലായിട്ട് നമുക്ക് റെസ്പിറേറ്ററി അസുഖങ്ങൾ കാണുന്നത് ഇൻഫെക്ഷൻസ് തന്നെയാണ്, എസ്പെഷ്യലി ചേഞ്ച് ഓഫ് ക്ലൈമറ്റ് വരുമ്പോൾ. ഈ ചൂടിൽ നിന്ന് ഒരു തണുത്ത അന്തരീക്ഷം വരുമ്പോൾ തന്നെ നമ്മുടെ രോഗാണുക്കളുടെ തോത് കൂടുതലായിരിക്കും. അതിൽ തന്നെ ഏറ്റവും കൂടുതലായിട്ട് ഇപ്പോൾ നമ്മൾ കണ്ടുവരുന്നത് വൈറൽ ന്യൂമോണിയാസ് ആണ്. അതിപ്പം ആക്ച്വലി ഇപ്പോൾ കഴിഞ്ഞൊരു 2-3 മാസമായിട്ട് തന്നെ ഇപ്പോൾ ഈവൺ ഇൻ്റർമിറ്റൻ്റ് ആയിട്ടുള്ള റെയിൻ വരുന്നതും ചൂടും ആ ക്ലൈമറ്റ് ചേഞ്ച് ആനുപാതികമായിട്ട് വരാത്തതിൻ്റെ പേരിൽ നമ്മൾ കണ്ടു തുടങ്ങിയിട്ടുണ്ട്. അസുഖങ്ങൾ ഓൾറെഡി കണ്ടു തുടങ്ങിയിട്ടുണ്ട്. അപ്പം ഈ വൈറൽ ന്യൂമോണിയാസിൻ്റെ തോത് എത്രത്തോളം വരുന്നുള്ളത് നമുക്കിപ്പം ആക്ച്വലി പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റില്ല. പക്ഷേ ഇത് കൂടിക്കൊണ്ടിരിക്കുന്നുണ്ട്. അതിൽ തന്നെ ഏറ്റവും കൂടുതലായിട്ട് കണ്ടുവരുന്നതാണ് ഇപ്പം കാണുന്ന ഇൻഫ്ലുവൻസ വൈറസ് H1N1 എന്ന് പറയുന്ന ഇൻഫെക്ഷൻസ്. പിന്നെ അതുകൂടാതെ തന്നെ നമ്മുടെ നോർമൽ ന്യൂമോണിയകൾ, ബാക്ടീരിയൽ ന്യൂമോണിയകൾ കൊണ്ടുള്ള അസ്വസ്ഥതകളും വളരെയധികം കൂടുതലായിട്ട് കാണുന്നുണ്ട്. ICU അഡ്മിഷൻസ് വളരെയധികം കൂടുതലായിട്ട് നമുക്ക് കണ്ടുവരുന്നുണ്ട്. ഓൾറെഡി ശ്വാസകോശ സംബന്ധമായിട്ടുള്ള അസുഖങ്ങളുള്ള വ്യക്തികൾ, അത് കുട്ടികളാവട്ടെ മുതിർന്നവരാവട്ടെ, ഈവൺ യങ് അഡൾട്ട്സ് 30-40 പ്രായത്തിലുള്ള ആളുകൾക്ക് പോലും ഇപ്പം വലിയ തോതിലുള്ള ന്യൂമോണിയകളും പലതും കണ്ടുവരുന്നുണ്ട്. പണ്ടൊക്കെ നമ്മളതൊരു OP ബേസിസിൽ ട്രീറ്റ് ചെയ്ത് പോകുന്ന ബാക്ടീരിയൽ ന്യൂമോണിയാസ് ഇപ്പോൾ ICUവിലെത്തുകയും വെന്റിലേറ്റർ പോലെയുള്ള സഹായങ്ങൾ വേണ്ടുന്ന തരത്തിലുള്ള ലെവലിലോട്ട് കൂടി വരുന്നുണ്ട്. ഡോക്ടർ, ഒരു കോളർ വെയിറ്റ് ചെയ്യുന്നുണ്ട്. ഹലോ. ഞാൻ ഈ ഡോക്ടറിനോട് ചോദിക്കാനായിട്ടാണ്. ചോദിച്ചോളൂ ഡോക്ടറോട്. എന്താണ് സംശയം? ഞാൻ ഇപ്പൊ ഉണ്ടല്ലോ, ഈ വൈകുന്നേരം ആകുമ്പോ ഇങ്ങനെ തൊണ്ട ചൊറിഞ്ഞിട്ട് ഭയങ്കര ചൊറിച്ചിലൊക്കെയാണ്. എന്താണ് പേര്? എന്റെ പേര് പ്രിൻസി എന്നാണ്. പ്രിൻസിക്ക് തന്നെയാണോ? എനിക്ക് ഇപ്പൊ സന്ധ്യ ആകുമ്പോഴുണ്ടല്ലോ ഭയങ്കര ചൊറിച്ചിലാണ്, തൊണ്ടയിൽ ചൊറിച്ചില്, പിന്നെ കണ്ണിന്റെ അവിടെ, ചെവിയൊക്കെ ഭയങ്കര. പ്രിൻസി എന്നാ പേര്. ഇത് എത്ര കാലമായിട്ടുള്ള പ്രോബ്ലം ആണ് പ്രിൻസി? ഇതിപ്പോ ഒരു 1-2 വർഷമായി. ഇപ്പൊ മഴ വരുമ്പോഴാണ് കൂടുതലും. പ്രിൻസിക്ക് അലർജി സംബന്ധമായിട്ടുള്ള അസുഖങ്ങൾ എന്തെങ്കിലും ഉള്ള ആളാണോ? തുമ്മല്, അതുപോലെ തന്നെ ജലദോഷം? തുമ്മല് രാവിലെ. അപ്പൊ എന്റെ വീട് കൊച്ചിയിലാണ്. അപ്പൊ ഞാൻ കല്യാണം കഴിച്ചത് ഞാറക്കലോട്ടാണ്. അപ്പൊ അവിടെ തോടക്കുള്ളത് കൊണ്ട് ഭയങ്കര തുമ്മലാണ്. രാവിലെ എഴുന്നേൽക്കുമ്പോഴും തുമ്മലാണ്, വൈകുന്നേരം ആകുമ്പോഴുമാണ്. പിന്നെ ഉച്ചക്ക് അങ്ങനെ ഉണ്ടാവൂല. ഇതൊരു സീസണൽ വേരിയേഷൻ എന്നുള്ളതൊരു ഉപരി നിങ്ങൾക്ക് ഓൾറെഡി ഒരു അലർജി സംബന്ധമായിട്ടുള്ള അസുഖം നിങ്ങളുടെ ശരീരത്തിൽ ഉള്ളതായിട്ടാണ് സിംറ്റംസ് കേൾക്കുമ്പം മനസ്സിലാക്കാൻ കഴിയുന്നത്. നിങ്ങൾക്ക് കുട്ടിക്കാലത്ത് എന്തെങ്കിലും വലിവ് പോലെയുള്ള അസുഖങ്ങളോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടായിട്ടുണ്ടോ? അങ്ങനെ പറഞ്ഞ് കേട്ടിട്ടുണ്ട്, ചെറുതിലെ ഉണ്ടായിട്ടുണ്ടെന്ന് പറഞ്ഞ് കേട്ടിട്ടുണ്ട്. എന്നിട്ട് പിന്നെ ഒരു 4ാം ക്ലാസ് കഴിഞ്ഞപ്പോഴത്തേക്കും അത് മാറിയിട്ടുണ്ടായി. പിന്നെ വലിയതായപ്പോ പിന്നെ ഉണ്ടായില്ലേ. പിന്നെ ഇപ്പൊ ഈ കല്യാണം കഴിഞ്ഞ് ഇങ്ങോട്ട് വന്നേ പിന്നെയാണ് ഇപ്പൊ ഇങ്ങനെ. എന്നിട്ട് ഞാൻ ഒരു ഡോക്ടറെ കാണിച്ചപ്പോ ഡോക്ടർ സന്ധ്യയാകുമ്പോ എനിക്ക് പറ്റണില്ല എന്നപ്പോ ലിവോവ എന്തോ പറഞ്ഞൊരു ഗുളിക തന്നിട്ടുണ്ടായി. അത് കണ്ടിന്യൂ ആയിട്ട് കഴിക്കാന്ന് പറഞ്ഞു. എന്താണ് ഡോക്ടർ ചെയ്യേണ്ടത് ഇവർക്ക്? ഇതിനകത്ത് പറഞ്ഞ പോലെ ചെറുപ്പത്തിലേ ഉള്ള ഒരു സംഗതിയാണ്. ഓൾറെഡി അലർജിക് ആയിട്ടുള്ള ഒരു വ്യക്തിക്ക് നമ്മുടെ സീസൺ ചേഞ്ച് ചെയ്യുമ്പോൾ വരുന്ന ഒരു വേരിയേഷനാണ് ഇപ്പം ഈ കുട്ടി പറഞ്ഞത് ബേസിക്കലി. അപ്പം ഇതിനകത്ത് ബേസ് ലൈൻ എന്താണ് സ്റ്റാറ്റസ് എന്നുള്ളത് നമ്മൾ അറിഞ്ഞിരിക്കണം. ഇപ്പം
ഇപ്പോൾ ലൈക്ക് അലർജിക്കുള്ള മരുന്നാണ് കഴിക്കുന്നത്. പക്ഷെ അവർക്ക് അവരുടെ ശരീരത്തിനുള്ളിലുള്ള അലർജി എന്താണ് അലർജീനെ ഉത്തേജിപ്പിക്കുന്നത് എന്നുള്ള കാര്യത്തിനെ പറ്റിയിട്ട് വലിയ കാര്യമായിട്ടുള്ള ധാരണ ഉണ്ടായിക്കൊള്ളുന്നില്ല. ഇപ്പോൾ ലൈക്ക് അവർക്ക് സ്ഥലം മാറിക്കഴിഞ്ഞപ്പം കൂടുതലായിട്ട് വരുന്നൊരവസ്ഥ കണ്ടിരുന്നു. ഇതിൽ പലതരത്തിലുള്ള അലർജീനെ ഉത്തേജിപ്പിക്കുന്ന കാര്യങ്ങൾ നമുക്ക് ചുറ്റുവട്ടത്തുണ്ടായിരിക്കാം. അതിലൊന്നാണ് ഈ ക്ലൈമാറ്റിക് ചേഞ്ചസും അതുപോലെ തന്നെ ഇൻഫെക്ഷൻസും അതുപോലെ തന്നെ ശ്വസിക്കുന്ന വായുവിൻ്റെ ക്വാളിറ്റി. അതിപ്പം ദിനം പ്രതി നമുക്ക് വായുവിൻ്റെ ക്വാളിറ്റി ആക്ച്വലി കുറഞ്ഞു വരുന്നൊരവസ്ഥ എസ്പെഷ്യലി അർബൻ പോപ്പുലേഷന് ഉള്ളതാണ്. അപ്പം ഇതുപോലെയുള്ള വ്യക്തികൾക്ക് ഇൻഫെക്ഷൻസ് വരുമ്പം നമുക്കൊരു നോർമൽ ആളിനേക്കാളും സമയമെടുത്ത് മാറുന്ന തരത്തിലോ അല്ലെങ്കിൽ തീവ്രമായിട്ടുള്ള രീതിയിലോ ഇൻഫെക്ഷൻസ് വരാൻ ചാൻസ് ഉണ്ട്. ഈ പറയുന്ന വ്യക്തിക്ക് അലർജി തന്നെയാണ്. കൃത്യമായിട്ടൊരു ഡോക്ടറെ അടുത്ത് പോയി ഒന്ന് ഇവാലുവേറ്റ് ചെയ്ത് അതിന് കുറച്ചും കൂടി ഫോക്കസ്ഡ് ആയിട്ടുള്ള ഒരു ട്രീറ്റ്മെൻറ്റ് എടുത്തു കഴിഞ്ഞാൽ ഈ സംഭവം ഈസി ആയിട്ട് കൺട്രോൾ ചെയ്ത് പോകാവുന്നേ ഉള്ളൂ. ഓക്കെ, നമുക്ക് തിരികെ ഇപ്പം ഡോക്ടർ പറഞ്ഞ H1N1ലേക്ക് തന്നെ വരാം. H1N1 ഇപ്പോൾ ഡോക്ടർ പറഞ്ഞു ഈ അടുത്ത് റിപ്പോർട്ട് ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ട്. ഇപ്പോൾ ഹോസ്പിറ്റൽസിൽ നിന്നൊക്കെ നമ്മൾ കേൾക്കുന്നുണ്ട് അവിടെയൊക്കെ ഉണ്ടെന്ന്. ഈ അസുഖം വരുമ്പോൾ നമുക്ക് സാധാരണ പനികളിൽ നിന്ന് വ്യത്യസ്തമാണോ ഇതിൻ്റെ ലക്ഷണങ്ങൾ? H1N1 എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു ഇൻഫ്ലുവൻസ വൈറസ് കൊണ്ട് വരുന്ന ഒരു പനിയാണ്. ഇൻഫ്ലുവൻസ വൈറസ് വളരെയധികം വർഷങ്ങളായിട്ട് നമ്മുടെ ഇടയിലുള്ള ഒരു വൈറസ് തന്നെയാണ്. അപ്പം ഇൻഫ്ലുവൻസ വൈറസിന് കാലാകാലങ്ങളനുസരിച്ച് ചെറിയ ചേഞ്ചസുകൾ വരും. അപ്പോഴാണ് ഇതൊരു മേജർ എപ്പിഡമിക്കായിട്ടും മറ്റും വന്നുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ 70കളിൽ വന്നിട്ടുണ്ട്. ഇപ്പം റീസെൻറ്റ് ഹിസ്റ്ററി എടുക്കുകയാണെന്നുണ്ടെങ്കിൽ 2009 ലോകമെമ്പാടും ഈ ഒരു സംഗതി കൂടുതലായിട്ട് വന്നിട്ടുണ്ടായിരുന്നു. അതിനുശേഷം പിന്നെ പതിയെ കുറഞ്ഞു പോയി. തീവ്രത എപ്പോഴും കൂടുന്നത് ആ ഒരു ആൻറ്റിജനിക് ഷിഫ്റ്റ് വരുമ്പോഴാണ്. മനസ്സിലായോ? നോർമൽ സിംറ്റംസ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ സാധാരണ വൈറൽ പനി പോലെ തന്നെയുള്ള കടുത്ത പനി, ശരീരവേദന, തൊണ്ടവേദന, ചുമ, ആസ്മയുള്ള ആളുകൾക്ക് ശ്വാസം മുട്ട് കൂടുക, നോർമലായിട്ടുള്ള ആസ്മ മെഡിസിൻസ് വെച്ചിട്ട് കൺട്രോൾ ആവാത്ത തരത്തിലുള്ള സിംറ്റംസ് വരും. ഓക്കെ, സാധാരണഗതിയിലുള്ള ജലദോഷപ്പനി പോലെ തന്നെയുള്ളൊരു പനിയായിരിക്കും. പക്ഷേ മോസ്റ്റ്ലി സാധാരണ പാരസെറ്റമോൾ കഴിച്ചു കഴിഞ്ഞാലും ഒരു 2-3 മണിക്കൂറോ അല്ലെങ്കിൽ 4 മണിക്കൂർ കഴിയുമ്പോഴേക്കും വീണ്ടും കടുത്ത രീതിയിലുള്ള പനി കാണും. നല്ല രീതിയിലുള്ള ജലദോഷവും മൂക്കൊലിപ്പും യൂഷ്വലി ഇങ്ങനെയുള്ള വ്യക്തികൾക്ക് കാണാറുണ്ട്. ഇത് ഒരു സെൽഫ് ലിമിറ്റിംഗ് അസുഖമാണ്. സാധാരണ വൈറൽ പനി പോലെ തന്നെ ഒരു 5 ദിവസമോ 6 ദിവസം കൊണ്ടോ സെൽഫ് ലിമിറ്റ് ചെയ്ത് പോകുന്ന അസുഖമാണ്. എന്തുകൊണ്ടാണ് ഇതിന് കൂടുതൽ പ്രാധാന്യം വന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ചില വ്യക്തികൾക്ക്, അത് മേ ബി ലെസ് ദാൻ 10% ഓഫ് ദ പോപ്പുലേഷൻ വ്യക്തികൾക്ക് ഈ ഒരു ഇൻഫെക്ഷൻ വന്നു കഴിഞ്ഞാൽ അതിനോടുള്ള പ്രതികരണം എന്നുള്ള രീതിയിൽ 2 ലങ്സിലും വളരെയധികം ന്യൂമോണിക് പാച്ചസ് വരുന്ന പോലെയുള്ളൊരു കാര്യങ്ങൾ കാണാറുണ്ട്. അത് ആർക്കാണ് വരിക എന്നുള്ളത് പ്രെഡിക്റ്റ് ചെയ്യാനായിട്ട് നമുക്ക് പറ്റില്ല. വരുന്ന സമയത്തെയാണ്. അതും വളരെ പെട്ടെന്നായിരിക്കും. ഇതിന് ബാധകമല്ല അല്ല, അതായത് ഇപ്പം വളരെയധികം പ്രായമായിട്ടുള്ള ആളുകളാണോ അല്ലെങ്കിൽ അങ്ങനെയൊന്നുമില്ല, അങ്ങനെയില്ല. ചെറിയ കുട്ടികൾ, മുതിർന്നവർ, മിഡിൽ ഏജ് എല്ലാ വ്യക്തികൾക്കും വരുന്നുണ്ട്. അത് ആ ഒരു കണ്ടീഷനാണ് അക്യൂട്ട് റെസ്പിറേറ്ററി ഡിസ്ട്രസ് സിൻഡ്രോം എന്ന് പറയുന്ന ഒരു കണ്ടീഷൻ. ഇപ്പോൾ രാവിലെ നമ്മളൊരു പനി എന്ന് പറഞ്ഞ OPയിലേക്ക് പോകുന്ന ഒരു വ്യക്തി ചിലപ്പോൾ വൈകുന്നേരം ആകുമ്പോഴേക്കും പെട്ടെന്ന് കണ്ടീഷൻ താഴോട്ട് പോവുകയും ICUയിൽ എത്തുകയും വെന്റിലേറ്റർ പോലുള്ള സംവിധാനത്തിലേക്ക് എത്തുകയും ചെയ്യുന്നൊരു അവസ്ഥ ഈ ഒരു കണ്ടീഷനിൽ കാണാറുണ്ട്. ഡോക്ടർ, ഒരു കോളർ ഉണ്ട്. ഹലോ, പറഞ്ഞോ. നമസ്കാരം. ഡോക്ടർ ലൈവ് ആണ്, ഡോക്ടറോട് സംസാരിച്ചോളൂ. നമസ്കാരം ഡോക്ടർ. നമസ്കാരം, പറഞ്ഞോളൂ. ഞാൻ കൊല്ലത്ത് നിന്ന് വിളിക്കുകയാണ്. എൻ്റെ മകന് വേണ്ടിയാണ് ചോദിക്കുന്നത്. പറഞ്ഞു. മകനൊരു 18 വയസ്സിനോട് അടുപ്പിച്ച് പ്രായം, 17.5 വയസ്സായിട്ടുണ്ട്. അപ്പോ ഒരു 2-3 മാസമായിട്ട് മോനൊരു വെങ്കല ചുമ, ബ്രാസി കഫ്. അപ്പോ ഞാനതിന് ഡോക്ടറെ കാണിച്ചു. ഡോക്ടർ ഒരു മാൻഡോ ടെസ്റ്റ് പിന്നെ ഒരു ശ്വാസകോശത്തിന്റെ ഒരു എക്സ്റേ ഒക്കെ എടുത്തു. അപ്പൊ അതിലൊന്നും കുഴപ്പമില്ലെന്ന് പറഞ്ഞു. അങ്ങനെ ആ മരുന്ന്, അലർജിയുടെ മരുന്ന് കൊടുത്തു. എന്നിട്ട് മാറിയില്ല. അതിനുശേഷം ഇപ്പം ENT കാണിച്ചു. ENT കാണിച്ചപ്പോഴത്തേക്ക് ENT അലർജിയുടെ മരുന്നും ഒപ്പം തന്നെ ഈ നമ്മുടെ വയറ്റിലെ അസിഡിറ്റിയുടെ എന്തെങ്കിലും കാണുന്ന അറിയാനായിട്ട് രാവിലത്തെ ഫുഡിന് മുമ്പായിട്ട് ഒരു ഗുളിക കഴിക്കാൻ പറഞ്ഞു. രാത്രി ഒരു ഗുളിക കഴിക്കാൻ പറഞ്ഞു. പക്ഷെ അത് കഴിച്ച് മാറിയെങ്കിലും ഇപ്പൊ അവന് വീണ്ടും ഒരു പനി വന്നതുകൊണ്ട് ബ്രാസി കഫ് പിന്നെയും ഉണ്ട്. ഹെവി ആയിട്ട് ചുമയ്ക്കുമ്പോൾ സമയം വരുന്നത് 3-4 മാസത്തോളായിട്ടുണ്ട്. ഇപ്പോഴും പനിയോ വേറെ ലക്ഷണങ്ങളോ ഒന്നും ഉണ്ടായിട്ടില്ല ഈ 3 മാസത്തിനിടയിൽ? ഈ 3 മാസത്തിനിടയിൽ ഇല്ല. പക്ഷെ ഈ ബ്രാസി കഫ് വന്ന സമയത്ത് ഒരു 104 ഡിഗ്രിയോളം പനി വന്നിട്ടുണ്ട് തുടക്കത്തില്.
തുടക്കത്തില് പക്ഷെ അതിന് മുമ്പായിട്ട് ഇവന്റെ തുമ്മല് വന്ന് ഈ തുമ്മല് ഒരു ആദ്യ ബ്രാസിക്കഫായിട്ട് വന്ന് ക്രമേണയാണ് ആ തുമ്മലില്ലാത്ത ബ്രാസിക്കഫായിട്ട് മാറിയത്. ഇതും ഒരു കേട്ടിടത്തോളം ഒരു അലർജിക്ക് ആയിട്ടുള്ള ഒരു വ്യക്തിക്ക് വന്നിട്ടുള്ള ഒരു വ്യതിയാനമായിട്ടാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. അപ്പം ഈ കുട്ടി ജീവിക്കുന്ന ആ ഏരിയ അല്ലെങ്കിൽ പഠിക്കുന്ന അല്ലെങ്കിൽ ഇപ്പം 17 വയസ്സ് 18 വയസ്സ് ഇപ്പം ആക്ച്വലി ഇപ്പം സ്ഥലം മാറിയിട്ടുണ്ടായിരിക്കാം, സ്കൂൾ മാറിയിട്ടുണ്ടായിരിക്കാം. ആ എൻവയോൺമെൻറ്റ് മാറുമ്പം ഒരു പുതിയ അലർജനിക് സ്റ്റിമുലേഷൻ വരാനായിട്ടുള്ളൊരു സാധ്യത ഈ കാര്യത്തിലുണ്ട്. പക്ഷെ എന്നിരുന്നാലും 3-4 മാസമായിട്ട് ഒട്ടും വിട്ടുമാറാത്ത രീതിയിലുള്ള ചുമ, അലർജിക്കുള്ള മരുന്ന് കഴിച്ചിട്ടും മാറാത്തുള്ളൊരു ചുമ എന്ന് പറയുമ്പോൾ ഫർദർ ഇവാലുവേഷൻസ് ലൈക്ക് മുന്നോട്ടുള്ള റേഡിയോളജിക്കൽ ഇവാലുവേഷൻസ് ഒക്കെ ചെയ്യേണ്ടി വരും. ഇതെന്തായാലും ഒരു ഇൻഫെക്ഷൻ അല്ല എന്നുള്ളത് നിങ്ങളുടെ ടെസ്റ്റുകൾ മുഖാന്തരം ഓൾമോസ്റ്റ് നിങ്ങളത് റൂൾ ഔട്ട് ചെയ്തിട്ടുള്ളതാണ്. പക്ഷെ എന്നിരുന്നാലും അലർജിക്കായിട്ടുള്ള സിറ്റുവേഷൻസ് എന്ത് ജനിപ്പിക്കുന്നു എന്നുള്ളതൊന്നും നോക്കുന്നത് നല്ലതായിരിക്കും. ഇങ്ങനെ നീണ്ടു നിൽക്കുമ്പോൾ തീർച്ചയായിട്ടും ഒരു വിദഗ്ധൻ്റെ നിർദ്ദേശം എടുക്കുന്നതല്ല. ഡോക്ടർ, നമുക്കൊരു ഇടവേളയ്ക്ക് ശേഷം തിരികെ വരാം. ഡോക്ടർ ലൈവിൽ ഒരു ഇടവേള. ഡോക്ടർ ലൈവ് തുടരുന്നു. ഒരു കോളർ വെയിറ്റ് ചെയ്യുന്നുണ്ട്. ഡോക്ടർ ഹലോ. ഹലോ, നമസ്കാരം. ഞാൻ പാലക്കാട് നിന്നാണ്. നമസ്കാരം. ചോദിച്ചോളൂ സാർ. പിന്നെ ചോദിച്ചോളൂ, ടിവിയിൽ ശ്രദ്ധിക്കണ്ട, ഇവിടെ കേൾക്കുന്നുണ്ട്. ചോദ്യം പൂർത്തിയാക്കിക്കോളൂ. സാറേ, ഞാൻ ഈ അലർജി ആയിട്ട് ബന്ധപ്പെട്ടൊരു അസുഖമാണ്. തുമ്മല്, മൂക്കൊലിപ്പ്. 20 വയസ്സ് മുതൽക്ക് ഉണ്ട്. ഇപ്പൊ എനിക്ക് 46 വയസ്സായി. അപ്പൊ ഈ കാലാവസ്ഥ മാറുന്ന സമയത്ത് ഭയങ്കര ഒരു അസ്വസ്ഥ, ഭയങ്കര മൂക്കുന്നിങ്ങനെ വെള്ളം വന്നുകൊണ്ടേയിരിക്കും. അപ്പോ ഹോമിയോ കഴിച്ചു, ആയുർവേദം കഴിച്ചു, രക്ഷയില്ല. ഒരു ഇംഗ്ലീഷ് മരുന്ന് മറ്റേ മോമി ഫ്ലോ പറഞ്ഞ സ്പ്രേ മൂക്കിലടിക്കുന്നുണ്ട്. പിന്നെ ഫോമോഫ്ലോ പറഞ്ഞ സ്പ്രേ വായിലടിക്കുന്നുണ്ട്. ഇതടിക്കുമ്പോൾ കൺട്രോളാണ്, അത് നിർത്തി കഴിഞ്ഞാൽ വീണ്ടും കൂടുതലാവും. അപ്പൊ ഇത് ഇംഗ്ലീഷ് ഇതിൽ നിർത്താൻ പറ്റും, പൂർണ്ണമായിട്ട് ഇത് മാറ്റിയെടുക്കാൻ കഴിയുമോ ഇംഗ്ലീഷ് മെഡിസിനിൽ? ഇത് വളരെയധികം ഓൾമോസ്റ്റ് എല്ലാ ദിവസവും കേൾക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. ഇതിനകത്ത് ആ ഒരു വ്യക്തി പറഞ്ഞിട്ടുള്ളൊരു കൺസേൺ ഉണ്ട്. അതിലെന്താ കാര്യം വെച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഓൾറെഡി അലർജിക്കാണ്, അതിനുള്ള മെഡിസിൻസ് എടുക്കുന്നുണ്ട്. പക്ഷെ നമ്മളെല്ലാവരും, എല്ലാ ഹ്യൂമൻ ബീയിങ്സും സിംറ്റംസ് ഉണ്ടെങ്കിൽ മാത്രമേ മരുന്നിനെ പറ്റി ആലോചിക്കുകയുള്ളൂ. ഇതിനകത്തുള്ളൊരു പ്രോബ്ലം എന്താണെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ അലർജിക് അസുഖങ്ങൾ എന്ന് പറയുന്നത് നമ്മുടെ ശരീരത്തിൻ്റെ ഉള്ളിൽ അലർജി ജനിപ്പിക്കുന്ന വസ്തുതകളുണ്ടായിരിക്കും. ആ ഒരു വ്യക്തി ഈ വക കാര്യങ്ങളായിട്ട് സമ്പർക്കത്തിൽ ഓൾമോസ്റ്റ് ഇങ്ങനെ എല്ലാ ദിവസവും ഉണ്ടായിരിക്കും. അതെന്താണെന്നുള്ളതൊന്നും മനസ്സിലാക്കണം. 2, അതിൽ നിന്ന് മാറി നിൽക്കാൻ പറ്റുമോ ഇല്ലയോ എന്നുള്ള കാര്യം മനസ്സിലാക്കണം. 3, ഒട്ടും മാറി നിൽക്കാൻ പറ്റാത്ത കാര്യമാണെന്നുണ്ടെങ്കിൽ അതിനെതിരെ നമുക്ക് എന്തൊക്കെ ചികിത്സകൾ ചെയ്യാൻ പറ്റും. അതിനുള്ള ഓവറോൾ കാര്യങ്ങൾ ആൾ ചെയ്യുന്നുണ്ട്. ലൈക്ക് മരുന്നുകളൊക്കെ കറക്റ്റാണ്, പക്ഷേ ഉപയോഗം എങ്ങനെയാണെന്നുള്ളതാണ് അടുത്ത ക്വസ്റ്റ്യൻ. കംപ്ലയൻസ് ഇതൊക്കെ തന്നെയാണെന്നുണ്ടെങ്കിലും ഈ മൂക്കിലടിക്കുന്ന സ്പ്രേയും ഇൻഹേലറും ഈ 2 കാര്യങ്ങളാണ് ആൾ പറഞ്ഞത്. ഈ 2 കാര്യങ്ങൾ വെച്ചിട്ട് ആൾക്ക് അവിടെ ലോക്കൽ കൺട്രോൾ കിട്ടുന്നുണ്ടായിരിക്കും. പക്ഷേ രക്തത്തിനകത്ത് അലർജി ലെവൽ കൂടുതലാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ലോക്കൽ കൺട്രോൾ കൊണ്ട് മാത്രം ഒരുപക്ഷെ പറ്റിയെന്ന് വരില്ല. അപ്പോൾ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ അകത്തോട്ട് മരുന്ന് കഴിക്കുകയും അതുപോലെ തന്നെ അതിലും കൺട്രോൾ ആവാത്ത ആളുകളുണ്ട് എന്നുണ്ടെന്നുണ്ടെങ്കിൽ സ്പെസിഫിക് ആയിട്ടുള്ള അലർജി ആൻറ്റിബോഡീസിനെ ചെക്ക് ചെയ്യുകയും അത് സ്കിന്നിൽ കുത്തി പരിശോധിച്ചിട്ടോ അല്ലെങ്കിൽ രക്തത്തിൽ പരിശോധിച്ചിട്ടോ മനസ്സിലാക്കുകയും അതിൻ്റെ ഉള്ളിൽ എത്രയാണ് കൂടുതൽ, ഏതാണ് കൂടുതൽ എന്നുള്ളത് മനസ്സിലാക്കി അതിനെതിരെ ഇമ്മ്യൂണോതെറാപ്പി പോലുള്ള കാര്യങ്ങൾ ചെയ്യുകയും വേണ്ടി വരും. ഇത് പൂർണ്ണമായിട്ട് കൺട്രോളാക്കി നിർത്താൻ പറ്റും. അലർജി എന്ന് പറയുന്നത് നമ്മൾ മോസ്റ്റ്ലി എല്ലാ വ്യക്തികൾക്കും ജനിക്കുമ്പോൾ മുതലുള്ളതാണ്. അത് മരണം വരെ ഉണ്ടായിരിക്കുന്ന ഒരു സംഗതിയാണ്. അതിൻ്റെ ഉള്ളിൽ വരുന്ന ഏറ്റക്കുറച്ചിലുകളാണ് നമുക്ക് പ്രോബ്ലമായിട്ട് വരുന്നത്. അത് നമ്മുടെ ഡെയിലി ലൈഫിനെ ബാധിക്കുന്ന രീതിയിൽ അത് വരുന്നുണ്ടെങ്കിൽ അതിനെ ചികിത്സിച്ച് കൺട്രോളാക്കി അലർജി ഇല്ലാത്തൊരു വ്യക്തിനെ പോലെ ജീവിക്കാനായിട്ട് നമ്മൾ തയ്യാറായിട്ടിരിക്കുന്ന രീതിയിൽ മരുന്നുകൾ കൊണ്ട് സഹായിക്കും. ശരീരത്തിൽ നിന്നത് പൂർണ്ണമായിട്ട് എടുത്ത് മാറ്റിക്കളയാനായിട്ട് ഇപ്പം ഞാൻ നേരത്തെ പറഞ്ഞ മാതിരിയുള്ളൊരു ഇൻഫെക്ഷൻ അല്ല. ഇപ്പോൾ H1N1 ന്യൂമോണിയ എന്നൊക്കെ പറയണതൊക്കെ നമുക്ക് ട്രീറ്റ് ചെയ്ത് മാറ്റാൻ പറ്റുന്ന കാര്യങ്ങളാണ്. പക്ഷേ അലർജി എന്ന് പറയുന്നത് കൺട്രോൾ ചെയ്ത് നിർത്തേണ്ട കാര്യമാണ്. അത് ചിലവർക്ക് പ്രകടമായി കാണിക്കണം എന്നില്ല. അപ്പോൾ അത് നോർമലായി എന്ന് നമ്മൾ വിചാരിക്കുന്നതാണ് ബേസിക്കലി. ഓക്കെ. അപ്പോൾ ഡോക്ടർ, നമുക്ക് H1N1 തിരിച്ചു വന്നാൽ ഇപ്പോൾ ഇത് വന്നു കഴിഞ്ഞാൽ പലർക്കും ഉള്ളൊരു പേടി, വീട്ടിലൊരാൾക്ക് ഇതുണ്ട് എന്നറിഞ്ഞു കഴിഞ്ഞാൽ ഇനി മറ്റുള്ളവർ എന്ത് ചെയ്യണം, വ്യക്തമായിട്ടൊരു ധാരണയില്ലായ്മ, എന്തെല്ലാം കാര്യങ്ങളാണ് നമ്മൾ ചെയ്യേണ്ടത്?
ഇതിനകത്ത് ഈ H1N1 ഒരാൾക്ക് കണ്ടുപിടിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ യൂഷ്വലി അതിൻ്റെ ഡയഗ്നോസ്റ്റിക് ടെസ്റ്റുകൾ വളരെ വിരളമായിട്ടേ നമുക്ക് ചെയ്യേണ്ട ആവശ്യം വരാറുള്ളൂ. ഗവൺമെൻറ് സെറ്റ് പ്രോട്ടോക്കോൾ ഉണ്ട് അതിനകത്ത്. ക്ലാസ് എ, ക്ലാസ് ബി, ക്ലാസ് സി എന്ന് പറയുന്നത്. ക്ലാസ് സി പേഷ്യൻസിനാണ് നമ്മൾ ടെസ്റ്റ് ചെയ്യേണ്ടിയും മരുന്നുകളും കൊടുക്കേണ്ടതായിട്ടുള്ള ആവശ്യമുള്ളൂ. പക്ഷെ എന്നിരുന്നാലും ഇപ്പം വളരെയധികം കൂടുതലായിട്ട് കാണുന്നൊരവസ്ഥ വരികയാണെന്നുണ്ടെങ്കിൽ ഇതിന് യൂഷ്വലി ഒരു ക്യാപ്സ്യൂളാണ് നമ്മൾ കൊടുക്കുന്നത്. മരുന്ന് ഒസൽഡമാവിർ എന്ന് പറഞ്ഞുള്ളൊരു ക്യാപ്സ്യൂളാണ് രാവിലെയും വൈകുന്നേരം കഴിക്കുന്ന ഒരു 5 ദിവസത്തെ ക്യാപ്സ്യൂൾ കോഴ്സാണ് നമ്മൾ കൊടുക്കുന്നത്. മരുന്ന് കൊടുക്കുന്നത് എത്രയും നേരത്തെ സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് അതിൻ്റെ കോംപ്ലിക്കേഷൻസ് ഒഴിവാക്കാനായിട്ട് ഒരു പരിധി വരെ സഹായിക്കും. അതുപോലെ തന്നെ ഡ്യൂറേഷൻ ഓഫ് ട്രീറ്റ്മെൻറ്റ്, ഡ്യൂറേഷൻ ഓഫ് അസുഖത്തിൻ്റെ എത്ര നാൾ നീണ്ടു നിൽക്കുന്നത് കുറയ്ക്കാൻ പറ്റും. അപ്പം ആ ഒരു കാര്യത്തിൽ നമുക്ക് മരുന്ന് വെച്ചിട്ട് കൺട്രോൾ ചെയ്യാൻ പറ്റും. ഈ വൈറസ് എന്ന് പറയുന്നത് നമുക്ക് യൂഷ്വലി നമ്മുടെ സംസാരത്തിൽ നിന്നും ഉമിനീരിൽ നിന്നുമൊക്കെയാണ് പകരുന്നത്. അപ്പോൾ ഒരു 2-3 മീറ്റർ അകലം വരെയൊക്കെ നമുക്ക് ഈസി ആയിട്ടത് പകർന്ന് കിട്ടാവുന്നതാണ്. നമ്മുടെ പൊതുവായിട്ടുള്ള ഹൈജീനിക് കാര്യങ്ങൾ ഇപ്പോൾ ലൈക്ക് ഒരു തുമ്മുമ്പോഴോ അല്ലെങ്കിൽ ചുമയ്ക്കുമ്പോഴോ നമ്മൾ വായ മൂടി വെക്കുക എന്നുള്ളതാണ് ഇതിൻ്റെ ഏറ്റവും ബേസിക് ആയിട്ടുള്ള പടരാതിരിക്കാനായിട്ടുള്ള ഏറ്റവും മേജർ കാര്യം. ചില വ്യക്തികൾ ഇപ്പോൾ ആസ്മയുള്ള രോഗികൾ, ഹൃദയ സംബന്ധമായിട്ടുള്ള അസുഖങ്ങളുള്ളവർ, ഡയബറ്റീസ് ഉള്ള രോഗികളൊക്കെ ഉണ്ടെന്നുണ്ടെന്നുണ്ടെങ്കിൽ അവർക്ക് പ്രൊഫൈലാക്സിസ് എന്നുള്ള രീതിയിൽ മരുന്നുകൾ കൊടുക്കേണ്ടി വന്നേക്കാം. പ്രഗ്നൻറ്റ് ലേഡീസ് ഇവർക്ക് കൊടുക്കേണ്ടി വരും. ഡോക്ടർ, നമുക്ക് മറ്റൊരു ഇടവേളയ്ക്ക് ശേഷം തിരികെ വരാം. ഡോക്ടർ ലൈവിൽ ഒരു ഇടവേള കൂടി. ഡോക്ടർ ലൈവ് തുടരുന്നു. ഡോക്ടർ, പലപ്പോഴും ഈ ഗുളിക കൊണ്ട് കൃത്യമായിട്ട് മാറിപ്പോകുന്നുണ്ട്. പക്ഷേ ചില സന്ദർഭങ്ങളിൽ ഇതൊരു അഡ്വാൻസ് സ്റ്റേജിലേക്ക് പോകുന്നുണ്ടല്ലോ. അപ്പോൾ എന്തെല്ലാം ചികിത്സകളാണ് ലഭ്യമായിട്ടുള്ളത്? അഡ്വാൻസ് സ്റ്റേജിലുള്ള പേഷ്യൻസിന് കണ്ടുവരുന്നത് ബേസിക്കലി ഓക്സിജൻ കുറഞ്ഞു പോകുക എന്നുള്ളതാണ്. ശരീരത്തിനുള്ള എക്സ്റേ എടുത്ത് നോക്കുമ്പോഴും വളരെയധികം 2 ലങ്സും കഫം വന്ന് നിറഞ്ഞിരിക്കുന്ന പോലുള്ളൊരു ഇത് കിട്ടും. അപ്പം ഈ പേഷ്യൻസിനെ ICUവിൽ തന്നെയാണ് നമ്മൾ മാനേജ് ചെയ്യുക. അതുപോലെ തന്നെ ഓക്സിജൻ തെറാപ്പിയാണ് ബേസിക്കലി നമുക്ക് ഇതിൻ്റെ ഉള്ളിലുള്ള സപ്പോർട്ടീവ് മാനേജ്മെൻറ്റാണ് ഇതിനുള്ളിൽ കൊടുക്കേണ്ടത്. ഒരു ലെവൽ വരെ നമുക്ക് ഓക്സിജൻ തെറാപ്പി, അതായത് 100% ഓക്സിജൻ വരെ കൊടുക്കുന്ന രീതിയിലുള്ള ഓക്സിജൻ തെറാപ്പി, ഹൈ ഫ്ലോ ഓക്സിജൻ തെറാപ്പി, അതുപോലെ തന്നെ പോസിറ്റീവ് പ്രഷർ വെന്റിലേഷൻസ്, അത് വെന്റിലേറ്ററിൽ മാറ്റാതെയും മാസ്ക് വഴി നമുക്ക് കൊടുക്കാൻ പറ്റുന്ന ചില രോഗികൾ വരാറുണ്ട്. അതിനേക്കാളും തീവ്രമായിട്ട് വരുവാണെന്നുണ്ടെങ്കിൽ നമ്മൾ വെന്റിലേറ്റർ പോലെയുള്ള സഹായം കൊടുക്കേണ്ടതായിട്ട് വരും. ഓക്കെ. പിന്നെയുള്ളൊരു അഡ്വാൻസ്ഡ് ട്രീറ്റ്മെൻറ്റ് രീതിയാണ് ഓക്സിജനേഷൻ തന്നെ. ഒരു ബ്ലഡ് പുറത്തോട്ട് എടുത്ത് ഓക്സിജനേറ്റ് ചെയ്ത് തിരിച്ചു കൊടുക്കുന്ന ഒരു രീതിയാണ് എക്മോ എന്ന് പറയുന്ന ഒരു അഡ്വാൻസ്ഡ് ചികിത്സാ രീതിയുണ്ട്. മുഴുവൻ ബ്ലഡ് മാറ്റിയിട്ടാണോ? അങ്ങനെയല്ല, അത് ഡയാലിസിസ് പോലെയാണ് ബേസിക്കലി. നമുക്ക് കിഡ്നിക്ക് സപ്പോർട്ട് കൊടുക്കാനായിട്ട് ഡയാലിസിസ് ചെയ്യുന്നത് പോലെ എന്നുള്ള രീതിയിൽ ആലോചിച്ചാൽ മതി. ബേസിക്കലി നമ്മൾ ഒരു കണ്ടിന്യൂസ് ആയിട്ടുള്ളൊരു സർക്യൂട്ട് വഴി മെഷീനുള്ളിലോട്ട് പോയി ഓക്സിജനേറ്റ് ചെയ്ത് കാർബൺ ഡയോക്സൈഡ് മാറ്റി തിരിച്ച് ശുദ്ധീകരിച്ച ബ്ലഡ് കയറുന്നതാണ്. ചികിത്സാ രീതി വളരെയധികം ചിലവേറിയതാണ്. എന്നിരുന്നാലും വെന്റിലേറ്റർ സപ്പോർട്ടൊക്കെ നമുക്ക് ഈസി ആയിട്ട് കുറയ്ക്കാൻ പറ്റുന്ന തരത്തിലുള്ള കാര്യമാണ് എക്മോ ചികിത്സാ രീതി എന്ന് പറയുന്നത്. അതൊക്കെ ഏത് തരത്തിലുള്ള ARDS വന്നു കഴിഞ്ഞു കഴിഞ്ഞാലും, അക്യൂട്ട് റെസ്പിറേറ്ററി ഡിസ്ട്രസ് സിൻഡ്രോം, അത് H1N1 തന്നെ ആവണമെന്നില്ല, പലതരത്തിലുള്ള കാര്യങ്ങൾ കൊണ്ട് ARDS വരാം. അങ്ങനെയുള്ള വ്യക്തികൾക്ക് ചെയ്യാറുണ്ട്, ഉപയോഗിക്കുന്നുണ്ട് അല്ലേ ഡോക്ടർ? മറ്റൊന്ന്, ഇപ്പം ആസ്മ ഇത്തരം പ്രശ്നങ്ങൾ, ശ്വാസകോശ സംബന്ധമായിട്ടുള്ള അസുഖങ്ങൾ സ്ഥിരമായിട്ടുള്ളവർക്ക് കാലാവസ്ഥ മാറുമ്പോൾ ഒരുപാട് പ്രശ്നങ്ങൾ വരാറുണ്ട്. മഴക്കാലം വരുമ്പോൾ തീർച്ചയായിട്ടും. അപ്പോൾ അവർ എന്തെല്ലാം കാര്യങ്ങളാണ് ചെയ്യേണ്ടത്? ആസ്മ രോഗികൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ നേരത്തെ പറഞ്ഞ മാതിരി അലർജിക്കാണ് അവർ. അപ്പം അവർക്ക് ആ ഒരു പ്രിക്കോഷൻസ് എന്താണെന്നുള്ളത് കൃത്യമായിട്ടുള്ള ബോധം അവരുടെ ട്രീറ്റിംഗ് ഫിസിഷ്യൻസ് കൊടുത്തിരിക്കണം. മരുന്നുകൾ, അവരുടെ കൺട്രോളർ മെഡിസിൻസ്, അതായത് പ്രിവെൻറ്റ് ചെയ്യാനായിട്ടുള്ള, അസുഖം കൂടാതിരിക്കാനായിട്ടുള്ള പ്രിവെൻഷന് വേണ്ടിയിട്ടുള്ള മെഡിസിൻസാണ് നമ്മൾ കൺട്രോളർ മെഡിസിൻസ് എന്ന് പറയുന്ന ഇൻഹേലേഴ്സ് കൊടുക്കുന്നത്. അത് മുടക്കം വരരുത്. ഇപ്പോൾ ലൈക്ക് നമുക്ക് സിംറ്റം വരുമ്പം ഉപയോഗിക്കുന്ന റിലീവേഴ്സ് പോലെ, സിംറ്റമാറ്റിക് ട്രീറ്റ്മെൻറ്റ് കൊടുക്കുന്ന ഇൻഹേലേഴ്സ് പോലെ നമ്മുടെ പ്രിവെൻറ്റീവ് മെഡിസിൻസ് ഉപയോഗിച്ച് കഴിഞ്ഞ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി ഇവർക്ക് ഈ കാലാവസ്ഥ മാറുമ്പോൾ ബുദ്ധിമുട്ടിൽ വരും. അപ്പോൾ പ്രിവെൻറ്റീവ് മെഡിസിൻസ് മുടങ്ങാതെ ഉപയോഗിക്കുക എന്നുള്ളതാണ് ഇതിൻ്റെ ഉള്ള ഏറ്റവും മേജറായിട്ടുള്ള കാര്യം. 2 പ്രിവെൻറ്റീവ് വാക്സിനേഷൻസ് ഉണ്ട്. ഈവൻ ഈ H1N1 എന്ന് പറയുന്ന കാര്യത്തിന് വേണ്ടിയിട്ടുള്ള വാക്സിനേഷൻസ് ഉണ്ട്. അത് മോസ്റ്റ്ലി നമ്മുടെ റെസ്പിറേറ്ററി അസുഖങ്ങളുള്ള വ്യക്തികൾക്ക് നമ്മൾ എല്ലാ വർഷവും മൺസൂണിന് മുൻപായിട്ട് നമ്മൾ വാക്സിനേഷൻ കൊടുക്കാറുണ്ട്. പിന്നെ ന്യൂമോണിയ പ്രിവെൻറ്റ് ചെയ്യാനായിട്ടുള്ള നമ്മൾ ഏറ്റവും കൂടുതൽ കോമൺ ആയിട്ട് കാണുന്ന ന്യൂമോണിയ എന്ന് പറഞ്ഞാൽ സ്ട്രെപ്റ്റോകോക്കൽ ബാക്ടീരിയൽ ന്യൂമോണിയാണ്. ആ പ്രിവെൻറ്റ് ചെയ്യാനായിട്ടുള്ള വാക്സിൻസ് എല്ലാ 5 വർഷം കൂടുമ്പോഴും നമ്മൾ കൊടുക്കാറുണ്ട്. ഡോക്ടർ, നമ്മുടെ ഇന്നത്തെ ഡോക്ടർ ലൈവിൻ്റെ സമയം അവസാനിച്ചു. വളരെയധികം നന്ദി ഞങ്ങളോട് സഹകരിച്ചതിന്. ഇന്നത്തെ ഡോക്ടർ ലൈവ് ഇവിടെ അവസാനിക്കുന്നു. നമസ്കാരം.